രണ്ട് പെൺപിള്ളേര് പെരനിറഞ്ഞ് നിൽക്കുന്നു. വലിയൊരു പ്രശ്നമാണ് അല്ലേ? എൻ്റെ മോള് 10ാം ക്ലാസ്സിലാ പഠിക്കുന്ന, അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഗർഭിണിയായിരിക്കുകയാണ്, അത് അതിലും വലിയ പ്രശ്നമാണ്. എനിക്കും 2 കുട്ടികളുണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. ഏതെങ്കിലും പ്രശ്നം അല്ലാത്ത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളാണ് ഇല്ലേ? ജീവിതം എന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. ഇതെല്ലാം അനുഭവങ്ങളാണ്. 2 കുട്ടികൾ ജനിച്ചു, ഒരു കുട്ടി 10ൽ പഠിക്കുന്നു. ഇതൊരു അനുഭവമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു അനുഭവമാണ്. അനുഭവം അല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്? ഓരോ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡെങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ എക്സ്റ്റേണൽ ഈവൻസ് എന്ന് പറയും. ഈ എക്സ്റ്റേണൽ ഈവൻസ് എല്ലാം എനിക്ക് പ്രശ്നമായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. എടുത്തില്ലേലും പ്രശ്നമില്ല. നിങ്ങളൊരു കാര്യം ചെയ്തേ, ഇതിനെ പ്രശ്നമായിട്ട് കാണാതെ കൊണ്ട് ഒരു നോർമൽ ഈവൻ്റ് ആയിട്ടൊന്ന് കണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു സ്ത്രീ പ്രസവിക്കുന്നു, 10 മാസം ഗർഭം ധരിച്ച് നടക്കുന്നു. എന്താ അതിനകത്ത് പ്രശ്നം ഇരിക്കുന്നത്? ഇതിലുള്ള എല്ലാ സ്ത്രീകളും തന്നെ മിക്കവാറും കല്യാണം കഴിച്ച എല്ലാവരും സ്ത്രീകൾ തന്നെ പ്രസവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ്? ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണോ അതിന്റെ അമ്മയോ പറയാണ്, അയ്യോ ഇപ്പൊ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക എന്ത് പ്രശ്നം? ഇതൊക്കെ എത്ര നമ്മൾ കണ്ടിരിക്കുന്നു. ഒന്നും പ്രശ്നമല്ല. കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കഴിയുന്നതിന് മുമ്പ് ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നം അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ. അപ്പൊ പ്രശ്നത്തിന് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകണം? ഉള്ളിലേക്ക് കയറും. നമുക്ക് 2 ലോകമുണ്ട്. ഒന്ന് അകത്തെ ലോകം, മറ്റൊന്ന് പുറത്തെ ലോകം. പുറത്തെ ലോകത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്തോട്ട് കടക്കണം. പുറത്ത് സോൾവ് ചെയ്താൽ നടക്കല. ഗർഭിണിയായി കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന പ്രഷർ കൂടും. അതിന് നിങ്ങൾ പുറത്ത് വല്ലതും ചെയ്ത് നടക്കുമോ? അകത്താണ് പ്രഷർ കുറയ്ക്കുന്നത്. ഡോക്ടർമാർ പ്രഷറിനുള്ള മരുന്ന് കൊടുക്കും, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ പ്രശ്നങ്ങൾ കിടക്കുമ്പോഴേ അകത്താണ്. ആദ്യത്തെ പ്രശ്നം, എൻ്റെ പ്രസവം എങ്ങനെയായിരിക്കും? കുട്ടി ആണായിരിക്കോ പെണ്ണായിരിക്കോ? പെണ്ണാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ആണാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കും? അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ആണായാലും പെണ്ണായാലും എന്താ നിങ്ങൾക്ക് പ്രശ്നം? എൻ്റെ പ്രസവം എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ സിസേറിയനായിരിക്കും, അല്ലെങ്കിൽ നോർമലായിട്ട് ഡെലിവറി ആയിരിക്കും. ചിലപ്പോൾ പ്രസവത്തോടുകൂടി ഞാനങ്ങ് മരിച്ചു പോയെന്നും വരും. ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇത് നമ്മൾ ധാരാളം കണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാർ പ്രസവത്തോടുകൂടി മരിച്ചിരിക്കുന്നു. എത്രയോ ആൾക്കാർ സിസേറിയൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഇതങ്ങ് തീരുമാനിച്ചോ? ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. നമ്മൾ തീരുമാനം എടുക്കാതെ വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സാറ പറഞ്ഞു, ഈ അമ്മയും മകളും കൂടെ രാവിലെ നേരം വെളുത്താൻ ആലോചിക്കും, ഇന്നെന്താ കറി വെക്കുന്നത്? പ്രശ്നമായി. എന്ത് കറി വെക്കും? ഇന്നലെ വെച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കെട്ടിയവൻ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടപ്പെടുവോ? ഉടനെ ആലോചനയാണ്. ഇതിനാ ആലോചിക്കാനിരിക്കുന്നത്? പച്ചക്കറി സ്റ്റോറിലേക്ക് കയറുക, അവിടെയുള്ള പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ആ സാറിന് ഇതൊക്കെ പറയാം, ഞങ്ങൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇത്രയേ ഉള്ളൂ. ഏതൊരു കാര്യത്തിലും ആലോചിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ പ്രശ്നം എവിടെയാ കിടക്കുന്നത്? ആലോചനയില്. ആലോചന എവിടെയാ കിടക്കുന്നത്? ഉള്ളില്. എന്താണ് ആലോചന എന്ന് പറഞ്ഞാല്? ലാംഗ്വേജ്. ഇതാർക്കും അറിയത്തില്ല. ഇതാർക്കും ആരും അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുകയില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ, ആലോചന എന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഇന്നർ ലാംഗ്വേജ് ആണ്. അകത്ത് നടക്കുന്ന സംസാരമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ അകത്ത് നടക്കുന്ന സംസാരത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്. ആലോചന എന്ന് പറഞ്ഞാൽ തിങ്കിങ്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന സംസാരം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ, ഇത് ഞാൻ പറഞ്ഞതല്ല.
ഇതിൻ്റെ ഈ വയറിൻ്റെ ഉദരത്തിൻ്റെ ഉടമസ്ഥ പറയുന്ന കാര്യമാണ്. ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന് ഉള്ളിലാ പറയുന്ന, പുറത്തേക്കൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് വരികയാണെങ്കിൽ ഉള്ളിലേക്ക് കടക്കണം. എന്നിട്ട് ഉള്ളിൽ നടക്കുന്ന സംസാരം എന്താണെന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് അതിനുള്ള ഉത്തരം കൊടുത്തേച്ചാൽ മതി, പ്രശ്നം തീർന്നു. ഇതാണ് പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്.